മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിരോധത്തിലായിരിക്കുകയാണ്. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ട് എന്ന് പരാമർശിച്ച ഹൈക്കോടതി മുഴുവൻ ആഭരണങ്ങളുടെയും കണക്കെടുക്കാനാണ് നിർദ്ദേശിച്ചത്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന ആവശ്യം BJP ഉന്നയിച്ചു കഴിഞ്ഞു. അതേസമയം സ്വർണ്ണപ്പാളി കാണാതായെന്ന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണം പൂർത്തിയായ ശേഷമാകും സർക്കാരിന്റെ തുടർനീക്കം. VV അരുൺ തുടരുന്നുണ്ടോ? അരുൺ, ഒരുപാട് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സംശയങ്ങൾ, ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. തന്റെ മറവി കാരണമാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പലയിടത്തും പറയുന്നത് നമ്മൾ കേട്ടു. എന്താണ് ഇതിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണപ്പാളി കാണാതായത് അല്ലെങ്കിൽ ഈ പീഠം കാണാതായ സംഭവം ഈ പരാതി ഉന്നയിച്ച ആളുടെ വീട്ടിൽ നിന്ന് തന്നെ ബന്ധുവിന് വീട്ടിൽ നിന്ന് കണ്ടെത്തുമ്പോൾ സർക്കാരിന് അതൊരു ആശ്വാസമായിരുന്നു. സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമായിരുന്നു. കാരണം ഇത് കാണാതെ പോയതിന്റെ പഴി സർക്കാരിനും ദേവസ്വം ബോർഡിനും മേലായിരുന്നു. പക്ഷേ അതിനുശേഷം കോടതിയുടെ ഇടപെടലാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി മാത്രമല്ല, ശബരിമലയിലെ പല വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കുകളില്ല, അതിന് രജിസ്റ്റർ ഇല്ല എന്ന ഒരു വിമർശനമാണ്, സംശയമാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്, ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാക്കുന്നതുമാണ്. ഏതായാലും കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ദേവസ്വം വിജിലൻസിനോടും അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ വിവരങ്ങൾ പുറത്തുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിയമ നടപടിക്ക് കൂടി ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കും. അതിനുശേഷം കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമാകും നടപടിയിലേക്ക് സർക്കാർ ദേവസ്വം ബോർഡ് പോവുക. കോടിക്കണക്കിന് രൂപ ഈ സ്വർണ്ണഭൂഷന്റെ പേരിൽ മാത്രം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിച്ചെടുത്തു എന്ന വിവരം ദേവസ്വം ബോർഡിനുണ്ട്. വിദേശ മലയാളികളായ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഈ പണം പിരിച്ചെടുത്തിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഈ വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഒരു 7 പവന്റെ മാല ഇയാൾ മാളികപ്പുറം ക്ഷേത്രത്തിൽ അടുത്തിടെ നൽകിയിട്ടുമുണ്ട്. ഏതായാലും ഈ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ച് ആ രീതിയിൽ വേണം സാധാരണഗതിയിൽ എല്ലാം മഹസർ രേഖപ്പെടുത്തി വേണം അവിടെ എന്ത് നൽകിയാലും കാണിക്ക നൽകിയാലും പോകേണ്ടത്. പക്ഷേ ഇവിടെ മാളികപ്പുറത്തെ ഇയാൾ ശാന്തിമാർക്ക് നേരിട്ട് നൽകുക എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ഇയാളുടെ ഇടപെടൽ സംബന്ധിച്ച് നേരത്തെ മുഖ്യ സ്പോൺസർ ഈ സ്വർണ്ണഭൂഷലിന്റെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണഭൂഷലിന്റെ മുഖ്യ സ്പോൺസറായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് രേഖകളിലുള്ളത്. പക്ഷേ മുഖ്യ സ്പോൺസർ ഇയാളാണെങ്കിലും കോടിക്കണക്കിന് രൂപ മറ്റു പലരിൽ നിന്നും പിരിച്ചെടുത്തു, അയ്യപ്പ ഭക്തരുടെ വ്യവസായത്തിൽ നിന്ന് പിരിച്ചെടുത്ത വിവരം കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്. ദേവസ്വം വിജിലൻസ് ആ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. കോടതി റിപ്പോർട്ട് പക്ഷേ ഇതുകൂടി ഉൾക്കൊള്ളിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും കടന്നേക്കും. അതിന് പുറമെയാണ് ഇപ്പോൾ ശബരിമലയിലെ ആകെ സ്വത്തുക്കളുടെ ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കുകൾ ദേവസ്വം ബോർഡ് ശേഖരിക്കാൻ കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് അതിന് നടപടികളും ആരംഭിച്ചിരിക്കുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, ഈ വിഷയം എന്തായാലും ആ കണക്കെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി BJPയും കോൺഗ്രസും ഈ വിഷയത്തെ കാണുന്നു അല്ലെങ്കിൽ ആയുധമാക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയം ഏറ്റെടുത്തുകൂടെ രാജിവെക്കണമെന്ന് BJP പറയുന്നു. അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എല്ലാം സുതാര്യമായാണ് നടക്കുന്നത്, തനിക്ക് മറച്ചുവെക്കാനൊന്നുമില്ല. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ അന്വേഷണം അടപടലം അന്വേഷണം വേണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സ്വാഭാവികമായും ഈ സ്വർണ്ണപ്പാളി കാണാതെ പോയപ്പോൾ തന്നെ അതിന്റെ പീഠം കാണാതെ പോയപ്പോഴും ഒക്കെ ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേടായി വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷെ അത് ഈ ആരോപണം ഉന്നയിച്ച ആളുടെ വീട്ടിൽ തന്നെ കണ്ടെടുക്കുമ്പോൾ ഗൂഢാലോചന നടന്നു, വലിയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഗൂഢാലോചന നടന്നു എന്ന ഒരു വിമർശനം ദേവസ്വം ബോർഡും സർക്കാരും ഉന്നയിച്ചു, ദേവസ്വം മന്ത്രി അടക്കമുള്ള ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ശബരിമലയിലെ വസ്തുവകകളുടെ പ്രത്യേകിച്ച് ഈ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അടക്കമുള്ള ഇവരുടെ കൃത്യമായ രജിസ്റ്റർ ഇല്ല, അതിൽ കണക്കില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ അത് ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാക്കുന്നതാണ്. അതിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജി അടക്കം BJP പോലുള്ള സംഘടനകളും കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുന്നത്. ഇതിൽ കൃത്യമായ പരിശോധന ഉണ്ടാകണം. നേരത്തെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നിലപാട് ഈ ദേവസ്വം ഭരിക്കേണ്ടത് വിശ്വാസികളായിരിക്കണം, ദേവസ്വം സ്വത്തുക്കൾ കൈകാര്യം വിശ്വാസികളായിരിക്കണം. ആ ഒരു നിലപാട്, ആ ഒരു ആവശ്യം BJP വീണ്ടും ശക്തമാക്കുകയാണ്. ഈ ശബരിമലയിലെ ഈ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടും ആ തരത്തിലേക്കാണ് BJPയുടെ ക്യാമ്പയിൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജി അടക്കമുള്ള ആവശ്യങ്ങളുമായി തന്നെയാണ് BJP നേതൃത്വം ഈ വിഷയത്തെ കൂട്ടിക്കെട്ടുന്നത്. ശരി.